കോൺഗ്രസ് പ്രതിനിധി റെജിനസ് ഉണ്ണിത്താൻ്റെ പ്രതികരണം തേടാം. റെജിനസ് ഉണ്ണിത്താൻ, ഇത് തട്ടിപ്പ് നടത്തുന്നത് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള LDF ആണ്, അവരുടെ പേരിലാണ് ഇതെല്ലാം ചാർത്തപ്പെടുന്നത്. പക്ഷേ നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. സ്വർണം കൊള്ളയിലേക്ക് പോയാൽ ഇടതും വലതും ഒക്കെ കൊള്ള നടത്തിയിട്ടുണ്ട്. പക്ഷേ പമ്പാ സംഗമത്തിലേക്ക് വരുമ്പോൾ മുച്ചൂടും കൊള്ളയടിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള വെട്ടിപ്പ് സംഗമമാണ് നടന്നത്. അതിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നു. കണക്ക് ശരിയല്ല എന്ന് ദേവസ്വം പ്രസിഡന്റ് ഇന്ന് സമസ്ത അപരാധവും പറഞ്ഞ് കുറ്റസമ്മതവും നടത്തുന്നു. എങ്ങനെ കാണുന്നു ഈ വെട്ടിപ്പിനെ? നോക്കൂ, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന സംഗമം പമ്പ മണത്തരികളിൽ നടക്കുമ്പോൾ ഈ സംഗമത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷവും അതുപോലെയുള്ള പ്രതിപക്ഷ സംഘടനകളും മാധ്യമങ്ങളും ഒക്കെ രംഗത്ത് വന്നാണ്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ഒരു സംഗമ വേദിയിലേക്ക് പമ്പ നദീതരത്തിലേക്ക് വരുമ്പോൾ ആ സംഗമം എന്ത് ഗുണമാണ് ഇന്ന് ഭക്തസമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വന്ന് ഭഗവത്ഗീതയിലെ 12ഉം 13ഉം അധ്യായങ്ങളിലെ അദ്ദേഷ്ടാം സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമാദുഃഖ സുഖക്ഷമി എന്നൊരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വാക്ക് തന്നെ കടമെടുത്തുകൊണ്ട് നമുക്ക് പറയാം, അദ്ദേഹം ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ സമാദുഃഖ സുഖക്ഷമീം എന്നുള്ള വാക്ക് പറയുമ്പോൾ എല്ലാ സുഖവും തിരിച്ച്, അല്ലെങ്കിൽ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ തിരിച്ചു വന്ന് നിൽക്കുന്ന ആളുകൾ എന്നുദ്ദേശിച്ചായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അവിടെ ആരെങ്കിലും എഴുതി കൊടുത്താണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഒരു 2 ലക്ഷം രൂപ മുടക്കി അവിടെ കട്ടിലിൽ കിടന്ന് അവിടുത്തെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് വന്നിരുന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരും ആ സംഗമവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് വന്ന ഓരോരുത്തരും ഈ പറയുന്ന മൂന്നാറിലും ഈ പറയുന്ന കുമരത്തിലും ഒക്കെ റിസോർട്ടുകളിലൊക്കെ താമസിച്ച് എല്ലാ സുഖങ്ങളും, അതും ബാർ അറ്റാച്ച്ഡ് റിസോർട്ടുകളിലൊക്കെ താമസിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് അവിടെ വന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, ശബരിമല പോലെയുള്ള വൈകാരികമായ ഒരു ക്ഷേത്രമാണ്. കേരള സമൂഹത്തിലും ലോകത്തിലും ഇന്ത്യ മഹാരാജ്യത്തുമുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അതിവൈകാരികമായി ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഉള്ള വ്രതാധിഷ്ഠാനങ്ങളും ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന വ്രതങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. അത്രത്തോളം സഹനം സഹിച്ച് തർപ്പണിഞ്ഞ് മുദ്രമാല അണിഞ്ഞ് ഇരുമുടിക്കെട്ടുമായി പോകുന്നവരാണ് അയ്യപ്പ ഭക്തന്മാർ. ആ അയ്യപ്പ ഭക്തന്മാരെ കളിയാക്കുന്ന രീതിയിലേക്ക് ഒരു അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുകയാണ്. ആ സംഗമം നടത്തുന്നത് മാത്രമാണോ നടന്നിട്ടുള്ളത്? അവിടെ തീവട്ടിക്കൊള്ള നടന്നിരിക്കുകയാണ്. തീവട്ടിക്കൊള്ള എന്ന് പറയുമ്പോൾ നമ്മൾ അതിശയിച്ചു പോവുകയാണ്. ആ തീവട്ടിക്കൊള്ള എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്രസമ്മേളനത്തിലൂടെ പറയുന്നത് ഈ പറയുന്ന ഇതെല്ലാം അംഗീകരിച്ചു, ഈ കാണിച്ചതെല്ലാം തെറ്റാണ്, ആ തെറ്റിന് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനിയും അത് തിരുത്താൻ പോവുകയാണ് എന്നുള്ള സാഷ്ടാംഗം വീണുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണക്കാരാരാണ്? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇപ്പോഴും അന്നും ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ഈ പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയുമൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇതിൽ കുറ്റക്കാരാണ് എന്ന് തെളിയുന്ന രീതിയിലേക്കല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇന്നത്തെ പത്രസമ്മേളനം പോലും വെളിയിൽ വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ ഒരു അതിന്റെ വിശ്വാസ്യത ഈ പറയുന്ന ഭക്തജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതല്ലേ ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തൊരു വലിയ തട്ടിപ്പാണ് ഈ തട്ടിപ്പ്! ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ നിൽക്കുന്നില്ലല്ലോ. എത്ര കാര്യങ്ങളാണ്, ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ എത്ര പേരാണ് അവിടെ ഭക്ഷണം കഴിച്ചത്? 4000 പേര് എന്ന് പറയുന്നു, അതല്ല എന്ന് പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ചു. ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയെ പറ്റി നമ്മൾ പല വേദികളിലും പലയിടങ്ങളിലും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ആ സൊസൈറ്റിയുടെ ധർമ്മം എന്നറിയാമല്ലോ? കല്യാണരാമൻ സിനിമയ്ക്ക് ദിലീപ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ 28 കെട്ട് തുടങ്ങി, ആ കുട്ടിയുടെ പേരിടൽ ചടങ്ങ് തുടങ്ങി, ആ കുട്ടിക്ക് 1 വയസ്സാകുമ്പോൾ, അത് പ്രായപൂർത്തിയാകുമ്പോൾ, അതിന് പിറന്നാൾ ദിവസങ്ങൾ, അത് കഴിയുമ്പോൾ അത് കല്യാണം കഴിക്കുമ്പോൾ, അതിന് കുട്ടി ഉണ്ടാകുമ്പോൾ, അവസാനം ആ കുട്ടിയുടെ ആ കുട്ടി വലുതായി മരണമായി അതിന്റെ വരെ നടത്തുവാൻ വേണ്ടി നടത്തുന്ന ഒരു സംവിധാനം, ഇവന്റ് മാനേജ്മെന്റ് ആണ് ഞങ്ങളുടെ എന്ന് കല്യാണരാമനകത്തെ കഥാപാത്രമായി ദിലീപ് പറയുകയാണ്. അതുപോലെയാണ് ഊരാലിംഗൽ സൊസൈറ്റി ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത്. കേരളത്തെ പോലെയുള്ള
സംസ്ഥാനത്ത് സർക്കാർ സ്പോൺസേഡ് ആയുള്ള എല്ലാ പരിപാടികളും, അത് കേരളീയമാകട്ടെ, നവകേരള സദസ് ആയിക്കോട്ടെ, അയ്യപ്പ സംഗമം ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സദസ്സുകളിലേക്കും അല്ലെങ്കിൽ എല്ലാ പരിപാടികളിലേക്കും ലൈറ്റ് ഇടുന്നതും സൗണ്ട് വെക്കുന്നതും പന്തൽ കെട്ടുന്നതും ഈ പറയുന്ന റോഡ് ഉണ്ടാക്കുന്നതും എല്ലാം ഈ പറയുന്ന ഊരാളിങ്കൽ സൊസൈറ്റിയാണ്. ടെൻഡർ പോലും വിളിക്കാതെ അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടിക്ക് ഊരാളിങ്കൽ സൊസൈറ്റിക്ക് പണം ഉണ്ടാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ടെൻഡർ പോലും വിളിക്കാതെ ജർമ്മൻ രീതിയിലുള്ള പന്തലുകളൊക്കെ ഉണ്ടാക്കി അതിന്റെ പേര് വലിയ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന നന്ദഗോപം ഭജൻസിന്റെ കാര്യം മിസ്റ്റേക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. അവർ പോലും അറിയാത്ത നന്ദഗോപം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്ത് ഭജന നടത്തി എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാലോ, നാട്ടിൻപുറത്തെ ഒരു ക്ലബ്ബുകൾ, ഏതെങ്കിലും ഒരു ചെറിയ ക്ലബ്ബുകളായാൽ പോലും ആ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഓണപരിപാടി നടത്തുകയോ അല്ലെങ്കിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പരിപാടി അല്ലെങ്കിൽ പരിപാടി നടത്തുമ്പോൾ അതിന് വരെ കണക്ക് എഴുതി വെക്കുന്ന കുട്ടികളും ഒക്കെ നിൽക്കുന്ന ക്ലബ്ബുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ പോലും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ബോർഡ്, ഒരു ദേവസ്വം ബോർഡ് ആയി മാറി ഈ ബോർഡ് എന്ന് പറയുമ്പോൾ എന്തൊരു വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വമ്പൻ കൊള്ളയാണ് നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നു ഓഡിറ്റ് റിപ്പോർട്ട് കറക്റ്റ് അല്ല, ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നുകൂടി പരിശോധിക്കണം. വളരെ തിടുക്കപ്പെട്ടാണ് ഈ റിപ്പോർട്ട് അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ പുറത്തു വന്നത്. അതുകൊണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ശരിയല്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നു.